10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനും ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകളും അവ ഊന്നൽ നൽകിയ മേഖലകളും. വിദ്യാഭ്യാസ കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഊന്നൽ നൽകിയ മേഖല സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസം. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടന. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടന. ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്